പ്രോട്ടോക്കോളിനൊക്കെ മുകളിലാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവും. ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഗവർണറുടെ പടത്തിലുള്ള ഇന്ത്യയുടെ മാപ്പ്? അത് ഇന്ത്യയുടെ മാപ്പല്ല, ഭരണഘടനയിലുള്ള ഇന്ത്യ മാപ്പല്ല. അത് അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പം വെച്ചുള്ളതാണ്. എവിടെ ഇന്ത്യൻ ഭരണഘടനയില്ല കാവിക്കൊടിയുള്ളത്? അപ്പോൾ കേരള സർക്കാർ പറയുന്ന ഔപചാരികമായിട്ടുള്ള സർക്കാർ ചടങ്ങുകളിൽ ഇതല്ല വെക്കേണ്ടത്. ഗവർണർ മനസ്സിലാക്കേണ്ടത് ക്യാബിനറ്റ് സമ്പ്രദായത്തിൽ അദ്ദേഹമല്ല ഭരണാധികാരി, അദ്ദേഹം ഒരു ഔപചാരിക തലവൻ മാത്രമാണ്. മന്ത്രിസഭ പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കണ്ടേ? അപ്പോൾ ഇപ്പം അങ്ങനെയല്ല ഭാവം. അപ്പം അതുകൊണ്ട് ഇതെന്തോ നിലച്ചിറങ്ങിയ മോട്ടില്ല. സർക്കാർ ഏറ്റവും ന്യായമായിട്ടും യോജിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ എന്തോ കാരണവശാൽ ഏറ്റുമുട്ടണമെന്നുള്ളൊരു ഭാവത്തിലാണ് തോന്നുന്നത്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിന് ഈ ഗവർണർ സ്ഥാനങ്ങൾ വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും ഇങ്ങനെയാണ്. BJP കാലത്ത് അങ്ങനെ BJPയുടെ രാഷ്ട്രീയ ചട്ടുകങ്ങളായിട്ട് ഗവർണർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ വിഷയം ഒരു വിധത്തിൽ തുറന്ന ഏറ്റുമുട്ടലിന് ഗവർണർ തയ്യാറാണെങ്കിൽ സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? സർക്കാരിന് എന്താ മുട്ടണമെന്നുമല്ല താല്പര്യമുണ്ട്. സർക്കാരിന് ഭരിക്കണമെന്നല്ലാതെ നല്ല ഭരണം നടത്തണമെന്നല്ലാതെ ആരുമായിട്ട് തർക്കത്തിൽ പോകാനാണ് താല്പര്യമുള്ളത്. പക്ഷേ ഇങ്ങനെ സർക്കാർ കാര്യങ്ങളിൽ BJP രാഷ്ട്രീയം കൊണ്ടുവരും. അതിനല്ല അദ്ദേഹത്തോടെ വെച്ചിട്ട്. അദ്ദേഹം കേരള സർക്കാരിൻ്റെ ഔപചാരിക തലവനാണ്. കേരളത്തിൽ നിന്ന് മന്ത്രിസഭ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ചില സന്ദർഭങ്ങളുണ്ട്, അതെപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ പറ്റാമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭമല്ല സർക്കാർ ചടങ്ങുകൾ. ഇത് അദ്ദേഹം മനസ്സിലാക്കണം. ഒരു തവണ അല്ല, രണ്ടാമത്തെ മന്ത്രിയും ഇപ്പോൾ അതിനകത്ത് പോയിരുന്ന സാഹചര്യം, എന്നിട്ട് അതിനകത്ത് പുറത്ത് പറയുന്നത് പ്രോട്ടോക്കോൾ ലംഘനമെന്ന്. അപ്പോൾ അത് സർക്കാരിനെ ഉണ്ടാക്കുന്ന ഇകഴ്ത്തലായി മാറുകയാണ്. വളരെ വളരെ മോശമായി. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഈ പ്രോട്ടോക്കോളിനൊക്കെ മുകളിലാണ് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനാണ് മന്ത്രിസഭ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്.